അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, ഫിത്ന പറയാൻ വന്ന ഗദ്ദാമ. ശരിക്കും ഉമ്മുൽ ഖൈറിന് അവരെ കണ്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത്. ദയവായി ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകൂ. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഈ രീതിയിലുള്ള സംസാരങ്ങൾ കേൾക്കാൻ. എനിക്കറിയാം എൻ്റെ ഭർത്താവ് എന്താണെന്ന്. അതെനിക്ക് ചെറുപ്പം മുതലേ അറിയാം. എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നത് മുതൽ എന്താണ് എൻ്റെ ഭർത്താവ് എന്നുള്ളത് എനിക്കറിയാം. അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ദയവായി ഈ രീതിയിലുള്ള സംസാരങ്ങൾ കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ഏഷണി പറയുന്നതും കേൾക്കുന്നതും അതെല്ലാം തെറ്റാണ്, ഹറാമാണ്. അതുകൊണ്ട് നിങ്ങൾ വരരുത്. ഉമ്മുൽ ഖൈറിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഗദ്ദാമ ഒന്ന് ഞെട്ടി. പക്ഷേ ഓഹോ, ഇത്ര വലിയ ബീവി സമയമൊന്നും വേണ്ട. അതെ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഭർത്താവിനെ മാത്രം ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷേ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഫോൺ ഓണാക്കി കാണിച്ചു കൊടുത്തു. നോക്കിക്കേ, ഇതാരാണെന്ന് നോക്കിക്കേ. ആരാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ ഫോണിന് പിടിച്ചു നോക്ക്. വേണ്ട, എന്തിന്? എന്നാൽ മറ്റൊരു ചിത്രം കൂടെ കാണിച്ചു കൊടുത്തു. ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പാതിരാത്രിയിലാണ് ഇവൾ ഇറങ്ങിപ്പോകുന്നത്. കണ്ടോ കണ്ടോ ഈ ഫോട്ടോ? ഇരുട്ടിലാണ്, മനസ്സിലായി. ലൈറ്റ് പോലും ശരിക്കില്ല. ആ ഒരു ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഒരു നിമിഷം അത് പറഞ്ഞപ്പോൾ ഉമ്മുൽ ഖൈർ ഞെട്ടിപ്പോയി. എന്ത് നിങ്ങൾ പറയുന്നത്? എന്ത് അസംബന്ധമാണ് നിങ്ങൾ പുലമ്പുന്നത്? അതെ, അസംബന്ധമല്ല, ഉള്ള കാര്യം തന്നെയാണ്. അതായത് ഉള്ള കാര്യം മനസ്സിലായോ? ഇവിടെ ജോലിക്കൊരുത്തി കയറി വന്നിട്ടുണ്ടല്ലോ. ആ അതെ, അവൾ റസിയ. അവളും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ ഒരുപാട് സമയം രാത്രികാലങ്ങളിൽ സംസാരിച്ചിരിക്കാറുണ്ട്. കിന്നാരങ്ങൾ പറയാറുണ്ട്. എന്തെങ്കിലും അറിയുമോ? ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വെറുതെ ഒന്നും ഞാൻ ഇങ്ങോട്ട് വരില്ല. എന്നാൽ അത് കണ്ട ഉമ്മുൽ ഖൈറിന് സങ്കടം അണപൊട്ടിയൊഴുകി. അതെ, എൻ്റെ ഭർത്താവ് എത്തരക്കാരനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ റസിയ, അവളെക്കുറിച്ച് ഞാൻ ഒരിക്കലും പോലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാൽ പെട്ടെന്ന് ഗദ്ദാമയോട് പറഞ്ഞു, അതെ, നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നടക്കരുത്. ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആര് പറഞ്ഞു? അറിയില്ല. അറബി രാത്രി വന്നാണ് വിളിച്ചു കൊണ്ടുപോവാറുള്ളത്. നിങ്ങൾ ഭാര്യയാണെന്ന പേരിലേ ഉള്ളൂ, വേറെ ഒരു ബന്ധമില്ല നിങ്ങൾ തമ്മിൽ. അതും പറഞ്ഞുകൊണ്ട് ഗദ്ദാം ഇറങ്ങിപ്പോയി. എന്നാൽ ഉമ്മുൽ ഖൈറിൻ്റെ കവളിലൂടെ ചുടു കണ്ണുനീർ ഒഴുകി ഒലിച്ചിറങ്ങി. അല്ലാ പടച്ചോനെ. ഒരു നിമിഷം റസിയെക്കുറിച്ച് വിചാരിച്ചു. അത് റസിയ എന്ന പെണ്ണ് നല്ല പെണ്ണ്, ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്യാത്ത പെണ്ണ്. അങ്ങനെ പല നല്ല നല്ല ഉദ്ദേശങ്ങളായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. റബ്ബേ പഠിച്ചോനെ, ആ പെണ്ണിനെ കുറിച്ച് റബ്ബേ തെറ്റായ രീതിയിൽ ഞാൻ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണമല്ല. ഒരാളെക്കുറിച്ച് ഒരിക്കൽ പോലും തെറ്റിദ്ധാരണ പരത്താനും പാടില്ല, ഊഹിക്കാനും പാടില്ല. അതുവരെ ശിക്ഷയാണ്. റബ്ബേ നീ പുറത്തു കൊണ്ട. അപ്പോഴങ്ങനെയായിരുന്നു ഉമ്മുൽ ഖൈർ വിചാരിച്ചിരുന്നത്. അവർ ഒലോഹ് ചെയ്യാൻ വേണ്ടി പോയി. അവർ നിസ്കാരപ്പായലിരുന്നു. അതെ, പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. റബ്ബേ ഇനിയും എനിക്ക് നീ ദുഃഖങ്ങൾ തരില്ല അല്ലാ. ഞാൻ ഒരുപാട് സഹിച്ചതാണ് അല്ലാ. എൻ്റെ ഭർത്താവല്ലേ റഹ്മാനെ, ഇനി എനിക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറം നീ തരില്ല അല്ലാ. മനം നൊന്ത് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചു. നിസ്കാരപ്പായിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ഇരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ തൻ്റെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. മേഡം, മേഡം ശബ്ദം കേട്ടിട്ട് അത് അത് റസിയാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിക്കോളൂ. അങ്ങനെയാണ് ബേബി പറഞ്ഞത്. അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതായത് കഴിച്ചു നോക്ക്. എന്നാൽ അവളുടെ ആ മുഖം കണ്ടപ്പോൾ ശരിക്കും ഉമ്മുൽ ഖൈറിന് എന്തൊക്കെയോ ആയിപ്പോയി. റബ്ബേ, അതെ, അവൾ കാണിച്ചു തന്ന ഫോട്ടോ അത് ശരിക്കും ഉള്ളതായിരിക്കും റബ്ബേ. അത് എങ്ങനെ അവിടെ വന്നു എനിക്കറിയുന്നില്ല. ബീവിയുടെ മനസ്സിൽ പല ചിന്തകൾ. എന്താ മേഡം ഇങ്ങനെ ആലോചിക്കുന്നത്? ഇതത് കഴിച്ചു നോക്കി. അത് എനിക്കിതൊന്നും വേണ്ടില്ലായിരുന്നു മോളെ. ഞാൻ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കും, ജീവിക്കും. അതന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രതീക്ഷയില്ല മോളെ. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു മോളെ. സത്യമായിട്ടും മോളെ എനിക്ക് മതി. ഇത് അറബിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ? അല്ല, ഒരിക്കലുമല്ല.
ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് കഴിക്കൂ. വരൂ, എല്ലാവരും വരൂ കഴിക്കാൻ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയുണ്ട്? മാഷാ അല്ലാ, അപാരമായ ടേസ്റ്റാണിത്. ഇതൊക്കെ ആരുണ്ടാക്കുന്നത്? മനസ്സിൻ്റെ ഉള്ളിൽ വേദനയുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ അതാ നമ്മുടെ ഉമ്മുൽ ഖൈർ അത് അവളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. അതെ, ആരൊക്കെ തന്നെ ഭക്ഷണം കൊണ്ടുവന്നാലും അതൊരിക്കലും നമ്മൾ നിസ്സാരമായി തള്ളരുത് എന്നാണല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മനസ്സിൽ വിഷമം വേദനകളും ഉണ്ടെങ്കിലും അവർ സന്തോഷത്തോടു കൂടി അത് കഴിക്കുകയായിരുന്നു ചെയ്തത്. റസിയക്കും സന്തോഷമായി. അന്ന് കൂടുതൽ സംസാരിച്ചിരിക്കാൻ ബീവിൻ്റെ കൂടെ കഴിഞ്ഞില്ല റസിയക്ക്. കാരണം റസിയ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് വളരെയധികം മോശമായ രീതിയിലാണ് ഗദ്ദാമ അവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മുൽ ഖൈറിന് എന്തെന്നറിയില്ല, മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിഷമം പുറത്തേക്ക് വരുന്നതായിട്ട് തോന്നി. അവർ കരഞ്ഞു പോയി. എന്ത് പറ്റി മാഡം, എന്തു പറ്റി? ഒന്നുമില്ല. ജീവിതത്തിൽ എപ്പോഴും കൊതിക്കുന്നൊരു സംഭവമാണ് സമാധാനം. പക്ഷേ റസിയ, എൻ്റെ ജീവിതത്തിൽ സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വിവാഹം കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ അങ്ങനെ തന്നെ. അതിനിടയിൽ അവർ കരഞ്ഞു. എന്താണ് പറഞ്ഞത്? ഒന്ന് പറയൂ. അങ്ങ് എന്താണ് മനസ്സിൽ വെക്കുന്നത്? മോളെ റസിയ, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ കുറച്ച് ഉപദേശങ്ങൾ. അതെ, ജീവിതത്തിലെ ഒരു പെണ്ണിനും സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം അത് മറ്റൊന്നുമല്ല. സ്വന്തം ഭർത്താവ് മറ്റു സ്ത്രീകളോട് ഇടപഴകുക, അവരോട് സംസാരിക്കുക, അതൊക്കെ തന്നെയാണ് ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ മനസ്സിനുള്ള വിഷമം ഉണ്ടാക്കുന്ന സംഭവം. അത് മതിവോളം അനുഭവിച്ചാണ് ഞാൻ. ഇന്നും ഞാനത് അനുഭവിക്കുന്നുണ്ട്. അത് സ്വന്തം ഭാര്യയെ പലരുടെ മുമ്പിലും താഴ്ത്തിക്കെട്ടും. എന്നാൽ മറ്റു പലരെ അവരുമായി സംസാരവും കളിയും ചിരിയും അതങ്ങനെ. അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഹൃദയം പൊട്ടിപ്പോവും. ഇപ്പം തങ്ങളുടെ ശീലമായി. സത്യമായിട്ടും എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ വിഷമിക്കാണ് റസിയ. ഞാൻ പഠിച്ച റബ്ബിനോട് വിചാരിച്ച് പോവാണ്, റബ്ബേ, ജീവിതമാണ് ഹൈറെങ്കിൽ എനിക്ക് സങ്കടമില്ലാത്ത ജീവിതം തരണമല്ല. മരണമാണ് ഹൈറെങ്കിൽ എനിക്ക് നീ യമാനോടുകൂടി മരണം നൽകണമല്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും ബീവിയുടെ ആ ഒരു വാക്കുകൾ കേട്ട റസിയുടെ മനസ്സിലേക്ക് പല ചിന്തകൾ കടന്നു വന്നു. ബീവി, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട ബീവി. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ നല്ലൊരു സ്ഥാനമുണ്ടാവും. അത് റസിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവൾ ദീനീബോധമുള്ള പെൺകുട്ടിയെ പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഗദ്ദമ്മ കാണിച്ചു തന്ന ഫോട്ടോ, ആ ഒരു വീഡിയോ, അതെല്ലാം കണ്ടപ്പോൾ ശരിക്കും ഇവൾക്ക് അങ്ങനെയൊക്കെ അഭിനയിക്കാൻ കഴിയുമോ എന്നും മനസ്സിൽ തോന്നാതിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുകയായിരുന്നു. കാരണം ഒരാളെക്കുറിച്ച് തെറ്റായിട്ട് നമ്മൾ ചിന്തിക്കാൻ കൂടി പാടില്ല. കാരണം തെറ്റിദ്ധരിക്കാൻ പാടില്ല. തെറ്റിദ്ധാരണ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിചാരിച്ചിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. റബ്ബേ, അവളെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. അത് ഉമ്മുൽ ഖൈർ പഠിച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടി. എന്നാൽ അത് അവിടെ നിന്ന് റസിയ പോരുകയാണ്. റസിയ തിരിച്ചു വരുന്നത് കാത്തു നിൽക്കുകയാണ് ഗദ്ദാമ. ഇന്ന് നല്ല ചീത്ത കിട്ടിയിട്ടുണ്ടാവും, അതിനുള്ള ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പുഞ്ചിരിച്ചു കൊണ്ടുവരുന്ന റസിയയെ കണ്ട് ഗദ്ദാമ ചോദിച്ചു, അല്ല, എന്തേ ബീവി പറഞ്ഞത്? ബീവിയോ? എന്ത് പറയാൻ? സന്തോഷത്തോടു കൂടി ഞാൻ പലഹാരം കൊണ്ടുപോയി കൊടുത്തു, അതവർ കഴിച്ചു. ഒന്നും പറഞ്ഞില്ല എന്നോട്? എന്നോടൊന്നും പറഞ്ഞില്ല. എന്ത് കാര്യം? ഒന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാട്ടി കൊടുത്തിട്ടും അത് മൂപ്പത്തേർ അതൊക്കെ സോൾവ് ചെയ്തതാണ് തോന്നണത്. എന്താന്നില്ലേ, അതിനേക്കാളും വലിയ ഡോസ് ഞാൻ വേറെ കൊടുത്തോളാം. എന്നാൽ റസിയയോട് ഗദ്ദാമ പറഞ്ഞു, അതേ, അറബിനായിട്ടുള്ള എൻ്റെ ബന്ധവും കാര്യങ്ങളും വല്ലാതൊന്നും മുന്നോട്ട് പോകില്ല. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് അറബി വിളിക്കണം എന്ത് കാര്യത്തിനും എനിക്ക് നന്നായിട്ടറിയാം. അത് ഞാനും മാഡത്തിനോട് പറഞ്ഞു കഴിഞ്ഞാലേ നിൻ്റെ ജോലി ഇവിടെ നിന്ന് പോലെ ഇരിക്കും. വേണ്ടാത്തിന് നിൽക്കണ്ട. എന്നാൽ അത് കേട്ട് ഞെട്ടിത്തരിച്ച അവൾ, എന്താ അങ്ങ് പറയുന്നത്? എന്താ നിങ്ങൾ പറയുന്നത്? അതെ, നിന്നെ അറബി ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത്? അതെനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്നെയോ? അത് വിളിച്ചത് എന്നെ മാത്രമല്ലേ? എന്തൊരു കാര്യം പറയുവാൻ വേണ്ടിയിട്ട്? അത് അല്ലാതെ നിങ്ങൾ അനാവശ്യം പറയരുത്. ആഹാ, ഈ എന്നോട് തർക്കുത്തരം പറയാനായോ? ഗദ്ദാം അട്ടഹസിച്ചു.
അങ്ങനെയല്ല, നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ഇവിടെ പറയരുത്. പാവം ബീവി അതെല്ലാം കേട്ട് വിഷമിക്കൂലേ? വേണ്ടാത്ത പറഞ്ഞാൽ, ഇല്ലാത്തത് പറഞ്ഞാൽ ഒരിക്കൽ പോലും ഞാൻ ഇവിടെ നിൽക്കുകയില്ല. ശരിക്കും അവൾ തറപ്പിച്ച് പറഞ്ഞു. എന്നാൽ റസിയക്ക് സങ്കടമായി. റബ്ബേ, തന്നെക്കുറിച്ച് അവിഹിതമെന്നും പറഞ്ഞുണ്ടാക്കുന്നുണ്ടല്ലോ. ഗദ്ദാമ്മ അതാലോചിച്ചിട്ട് അവൾക്ക് വിഷമം തോന്നി. റബ്ബേ പഠിച്ചോനെ. എന്നാൽ അന്നും പതിവ് പോലെ അറബി അവളെ വന്ന് വിളിച്ചു. റസിയ, ചെല്ല്, നിന്നെത് വിളിക്കുന്നു. കിളവൻ അറബിക്ക്. ഇപ്പോൾ നിന്നോടാണ്, നിൻ്റെ മേലാണ് ഒരു കണ്ണുള്ളത്. എന്നാൽ അത് കേട്ട് അവൾ പ്രതികരിച്ചു. താത്ത, അനാവശ്യം പറയരുത്. പഠിച്ചവനെ വിചാരിച്ച് ഒരിക്കൽ പോലും ഞാൻ അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ ജീവിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വന്നതാണ്, മാനമര്യാദയിൽ. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ അറബിയെ പ്രേമിക്കുവാനോ കെട്ടാനോ വന്നതല്ല. ആര് പറഞ്ഞേ? അങ്ങനെ എത്ര സംഭവങ്ങളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പണിക്ക് പോരും, ഇവിടുന്ന് അറബി അങ്ങോട്ട് സെറ്റാക്കും, കെട്ടും. അങ്ങനെ എത്ര മലയാളി പെണ്ണുങ്ങൾ അറബികൾ കെട്ടുന്നുണ്ട്. അതിത്ര അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. അറബിച്ചിക്കാണെങ്കിൽ കുട്ടികളും ഇല്ല. എന്താപ്പോ അതത്ര വലിയ ഇതുള്ള കാര്യമാണ്? എന്നാൽ അത് കേട്ട റസിയ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ഇത്താത്ത, ഞാൻ നിങ്ങളോട് വയസ്സിൻ്റെ ഒരു ബഹുമാനം വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരിക്കൽ പോലും നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പാവം ആ സ്ത്രീ, അവരുടെ ഭർത്താവല്ലേ, എത്രയൊക്കെ തന്നെയായാലും. അത് അവർ തമ്മിൽ സ്നേഹിക്കാതെ മറ്റു പുറത്ത് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? പാവമാണ് ആ സ്ത്രീ. നിങ്ങൾ പടച്ചും പൊറുക്കൂല ഇങ്ങനെയൊന്നും പറഞ്ഞാൽ കേട്ടോ. ഒരിക്കൽ പോലും ഞാൻ ആ അറബിയെ ഒരിക്കൽ പോലും ഞാൻ തെറ്റായ രീതിയിൽ ചിന്തിച്ചിട്ട് പോലില്ല. അത് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഓ പിതാവ്, അതൊന്നല്ല മോളെ. ഈജി പിതാവിൻ്റെ സ്ഥാനത്ത് കാണണമെങ്കിലും അന്നെ മൂപ്പര് കാണുന്ന വേറെ കണ്ണുകൊണ്ടാണ്, എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ റസിയക്ക് ദേഷ്യം പിടിച്ചു. ഇത്താത്ത, ദയവായി ഇതുപോലെ സംസാരങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് പഠിച്ചവന് പോലും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ദയവായി നിങ്ങൾ വേണ്ടത്രയും പറയരുത്. അതിനു വേണ്ടി എന്ത് വേണേലും നിങ്ങൾക്ക് തരാം. ദയവായി അനാവശ്യം സംസാരിക്കരുത്. അതെ, അറബ് നാട്ടിലെത്തിയതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. വീട്ടിലേക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണം, വീടൊക്കെ ഒന്ന് നന്നാക്കണം, അങ്ങനെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് നിങ്ങൾ ഈ അവിഹിതം പറഞ്ഞൊന്നും ഉണ്ടാക്കില്ലേ? അതൊന്നും പടച്ചവും പൊറുക്കൂല. ഒരാളെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആയാൽ പടച്ചവും പൊറുക്കൂല കേട്ടോ. എന്നാൽ അവൾ വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അതിൻ്റെ പൊന്നാര റസിയ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, പോരെ എനിക്ക്? എന്നാലും അവളുടെ മനസ്സിൽ അതൊരു എരിതീയായി. അതെ, അറബിയുടെ അടുത്തേക്ക് ഞാൻ പോകുന്നുണ്ട്, അതൊക്കെ നോക്കി നിൽക്കുകയാണ് എന്നൊക്കെ ഉള്ളത്. റബ്ബേ, ഞാൻ ഒരിക്കൽ പോലും ഞാൻ തെറ്റായ രീതിയിൽ ചിന്തിച്ചിട്ട് പോലില്ല. പഠിച്ചോനെ, ഇവിടുന്ന് രക്ഷപ്പെടുകയാണ് നല്ലത്. റസിയ ഓരോന്ന് വിചാരിക്കുന്നു. അതെ, മുത്തുവിൻ്റെ കൂടെ അവർ ഈത്തപ്പഴത്തോട്ടത്തിലാണെങ്കിൽ കൂടിയിട്ട് അവിടെ എന്തെങ്കിലും കള പറിക്കുന്നതിൻ്റെ ജോലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ റബ്ബി സമാധാനം ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു ഷെയ്ത്താൻ്റെ ഇടയിൽ വന്നു പെട്ടുകൊണ്ട് ആകപ്പാടെ കെണിയായല്ലോ റബ്ബേ. അവൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. അതെ, സങ്കടപ്പെട്ടിരിക്കാൻ വീട്ടിലത്തെ പണിയും തുടങ്ങിക്കൂടെ? എന്താ ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കാൻ? ഇതൊക്കെ ആർക്കുള്ളതാ? വേണ്ട കഴുകി വൃത്തിയായിക്കൂടെ? എത്ര ജോലിയോടെ ചെയ്യാണ്ട്? ഗദ്ദാമ അവളെ പഠിപ്പിക്കുന്നു. അവൾ ഒന്നും മിണ്ടാതെ ആ ജോലികളെല്ലാം ഭംഗിയായി ചെയ്തു തീർക്കുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഗദ്ദാമ്മ അവളെ വെറുതെ ഒന്ന് ഇരുത്തുവാൻ വരെ സമ്മതിച്ചില്ല. എന്നാൽ ഈ സമയം ഷാമിൽ ആ ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ നടുവിലിരുന്നു കൊണ്ട് അവൻ വെള്ളം കുടിക്കുമ്പോൾ ഓർത്തു പോകുകയാണ്. റബ്ബേ, ഞാനും അവളും ഒരുമിച്ച് തൊട്ടടുത്തെങ്കിലും ജോലി ചെയ്യാം എന്ന് വിചാരിച്ച് വന്നാണ് റബ്ബേ. പക്ഷേ എൻ്റെ സ്ഥിതി ഇപ്പോൾ വളരെയധികം പരിതാപകരമായ അവസ്ഥയിലാണ്. കഠിനമായ ചൂട് അതെനിക്ക് ഏൽക്കാനേ കഴിയുന്നില്ല എൻ്റെ പെണ്ണെ. പക്ഷേ എൻ്റെ പരാതികളും പരിഭവങ്ങളും എനിക്ക് ആരോടും പറയാനില്ല. എല്ലാം ഞാൻ പടച്ച റബ്ബിൽ തവക്കലാക്കുന്നു. അള്ളാഹുവേ റഹ്മാനെ, നീ കാത്തുരക്ഷിക്ക്. എന്നാൽ ഷാമിൽ ഒരിക്കൽ പോലും എന്നെ ചതിച്ചതല്ല. ഷാമിലിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം. ഇവിടുത്തെ അധികാരി ഒരു അറബിയാണ്. അതെ, പാവം. ഷാമിൽ ഒരിക്കൽ പോലും വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഷാമിലിനെ കുറിച്ച് ആലോചിച്ചപ്പോഴും സങ്കടം തന്നെയായിരുന്നു. എന്നാൽ ഷാമിലിൻ്റെ മനസ്സിൽ പല ചിന്തകളാണ്. നാട്ടിലത്തെ ചിന്തകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഉപ്പയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒക്കെ ടെൻഷനാണ്. എളാമയും മക്കൾ വീട്ടിലാണ്, എന്താ സ്ഥിതി ഏതോ. പലവട്ടം ക്യാമറ ഒന്ന് നോക്കണമെന്ന് തോന്നും. പിന്നീട് വിചാരിക്കും, എന്തിനാ റബ്ബ് ഞാനിതൊക്കെ നോക്കിക്കൊണ്ട് കിടക്കണം? മേലായൊരു ക്യാമറ ഉണ്ടല്ലോ അള്ളാഹുവിൻ്റെ, അതിനെ പറ്റിക്കാൻ ആർക്കും കഴിയില്ലല്ലോ എന്ന്
മനസ്സിൽ പാകപ്പെടുത്തും. അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. എന്നാൽ ഇതൊന്നും അറബിയും അറിഞ്ഞിട്ടേ ഇല്ല, ഷാമിൽ പറഞ്ഞിട്ടുമില്ല. എന്നാൽ അന്നതാ ഷാമിലിനെ അറബിയമ്മ വിളിക്കുകയാണ്. ഹലോ മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം അറബിയമ്മ. ആ മോനെ, പിന്നെ നമുക്ക് പെട്ടെന്നങ്ങ് പരിപാടിയൊക്കെ അങ്ങ് ആക്കിയാലോ? ഇനിയിപ്പോൾ വൈകിപ്പിക്കണ്ടല്ലോ. അറബിയമ്മയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ അവൻ മൗനം പാലിച്ചു. എന്താ മോനെ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞല്ലോ മോൻക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ. എന്താ അവരൊക്കെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, അതൊക്കെ കഴിഞ്ഞിട്ട്. എന്നാൽ അത് കേട്ടപ്പോൾ ഷാമിൽ പറഞ്ഞു, അറബിയമ്മ അവർ പൊയ്ക്കോട്ടെ. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? മോൻ്റെ മനസ്സിനുള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ടല്ലോ മോനെ. അറബിയമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ആശ്വാസം. അത് ആരെയും പേടിക്കാത്ത ജീവിതം, അതായത് എല്ലാവരെയും സഹായിക്കുന്ന. എൻ്റെ അറബിച്ചിയാണ് പാവം പെണ്ണ്, പാവം. അവർ ഭയങ്കര കർശനമാണ് എല്ലാ കാര്യത്തിലും. അവരുടെ ഭർത്താവ് അവരെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെയാണ്. പടച്ചോനെ. എന്നാൽ അറബിയമ്മ വീണ്ടും ചോദിച്ചു, അല്ല മോനെ, എപ്പോഴാ എല്ലാവരും ഇങ്ങ് എത്തുക? അറബിയമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ ഷാമിലിന് ഉത്തരം മുട്ടിപ്പോയി. അതെ, താൻ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നോ മുത്തുവിനെയും റസിയെയും. പക്ഷെ അതെങ്ങനെ ആയിത്തീരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല റബ്ബേ. അല്ലാ മോനെ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവരെവിടെ എത്തിയോ? അറബിയമ്മ അത് മോനെ പറ. അവരെത്തി. മോനെ, എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നത്? അവരെയൊക്കെ ഒന്ന് കാണാൻ വല്ലാത്ത കൊതിയുണ്ടായിരുന്നു മോനെ. അവർ ഇതുവഴി കൊണ്ടുവന്നുകൂടായിരുന്നോ, അതോ ഞാൻ അങ്ങോട്ട് വരണോ? അറബിയമ്മയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ ഷാമിൽ മൗനം പാലിച്ചു. അതെ, റസിയെ ചോദിച്ചാലും മുത്തുവിനെ ചോദിച്ചാലും അവർ അത് എവിടെയായിരിക്കും എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അറബിയമ്മ എന്തായാലും ദേഷ്യപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അറബിയമ്മ കൂടി താല്പര്യപ്പെട്ടിരുന്നു അവരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ. എന്നാൽ ഇപ്പോഴിതാ ഈ ഒരു അവസ്ഥ, അതെന്തായാലും കേൾക്കുമ്പോൾ അറബിയമ്മക്ക് വല്ലാത്ത വിഷമമായി തീരും. എന്നാൽ അറബിയമ്മയോട് പറഞ്ഞു, അറബിയമ്മ ഞാൻ ഇൻഷാ അല്ലാ ഞാൻ വൈകാതെ. എൻ്റെ പൊന്നുമോനെ, എന്നാലും നീ കൊണ്ടുവരണ്ടടാ, നാട്ടിൽ നിന്ന് അവരെയൊക്കെ കൊണ്ടുവന്നിട്ട്. നീ എന്തോ ഇതുവരെയും മിണ്ടാതിരിക്കുകയായിരുന്നില്ലേ? ഞാൻ വിളിച്ചപ്പോഴാണ് നിനക്ക് ഓർമ്മ വന്നത്. അറബിയമ്മ അതങ്ങനെയല്ല, ഇൻഷാ അല്ലാ ഞാനെല്ലാം പറയാം. അതെ, അറബിയമ്മയോട് എന്തൊക്കെയോ ഷാമിലിന് പറയുവാനുണ്ട്. അറബിയമ്മ അത് കേൾക്കുവാൻ വേണ്ടി കാതോത്തിരിക്കുന്നു. എന്നാൽ ഷാമിൽ അത് പറയുമോ? പറയുകയാണെങ്കിൽ അറബിയമ്മയുടെ തീരുമാനം എന്തായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.